നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾസ് ഷോപ്പ് തുടങ്ങിയ വാർത്ത. നല്ല ക്വാളിറ്റിയുള്ള, വാറന്റിയുള്ള, ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ. ഡോക്ടർ ടൂൾസ്, പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ്. തിരുവല്ലോമലയിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ കണ്ടുകെട്ടാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തു. CCV വാർത്തയെ തുടർന്നാണ് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ നടപടിയെടുത്തത്. തിരുവല്ലോമലയിൽ പൊതുജനങ്ങൾക്ക് ഭീഷണിയായിരുന്ന തെരുവുകാലികളെ കണ്ടുകെട്ടാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചു. CCV വാർത്തകളുടെ ഫലമായി പുതിയ ഭരണസമിതിയാണ് ഈ നിർണായക നടപടിയുമായി രംഗത്തെത്തിയത്. തിരുവല്ലോമലയിലെ നിരത്തുകളിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ സൃഷ്ടിക്കുന്ന അപകടങ്ങൾക്കും ദുരിതങ്ങൾക്കും ശാശ്വത പരിഹാരമാകുന്നു. വർഷങ്ങളായി CCV ന്യൂസ് ഉയർത്തിക്കാട്ടിയ ജനകീയ പ്രശ്നത്തിൽ ഒടുവിൽ ഗ്രാമപഞ്ചായത്ത് കർശന നടപടികളിലേക്ക് കടക്കുകയാണ്. പുതിയ ഭരണസമിതി അധികാരമേറ്റതോടെ തെരുവുകാലികളെ കണ്ടുകെട്ടാൻ തീരുമാനിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് P. കൃഷ്ണപ്രസാദ് അറിയിച്ചു. തിരുവല്ലാമല ടൗണിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളെ ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടിയുമായി പഞ്ചായത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, കന്നുകാലികളുടെ ശല്യം ദിനം പ്രതി കൂടിക്കൊണ്ടുവരികയാണ്. ഇതിന് ബന്ധപ്പെട്ട ആളുകൾക്ക് ലെറ്റർ അയക്കുകയും അതുമാത്രമല്ല ബോധവൽക്കരണത്തിനായി മൈക്സ് അനൗൺസ്മെന്റ് നടത്തുകയും ചെയ്തു വരുന്നുണ്ട്. എത്രയും അടുത്ത ദിവസത്തിനുള്ളിൽ തന്നെ സ്വന്തം കന്നുകാലികളെ പിടിച്ചു കെട്ടി സ്വന്തമായി സംരക്ഷിക്കാൻ ആണെങ്കിൽ നല്ലതാണ്. അല്ലാത്ത പക്ഷം പഞ്ചായത്ത് ഈ കന്നുകാലികളെ കണ്ടുകെട്ടുന്നതിലേക്കുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നതാണ്. തിരുവല്ലാമല ടൗണിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കന്നുകാലികൾ ഇനിയും ഇങ്ങനെ തുടർന്നു പോയാൽ തിരുവല്ലാമലക്കാരുടെ ജീവനും സ്വത്തിനും തന്നെ ആപത്തായി മാറുന്ന അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് ഇത് കാണുന്ന ഈ കന്നുകാലികളെ റോഡിൽ നിരത്തിലേക്ക് വിട്ടയക്കുന്ന ക്ഷീര കർഷകർ ദയവായി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്വന്തം കന്നുകാലികളെ പിടിച്ചു കെട്ടേണ്ടതാണ്. അല്ലാത്ത വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ കന്നുകാലികൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം തിരുവല്ലാമല പഞ്ചായത്തിന്റെ ഏറ്റവും ആവശ്യം ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണ്. ഇനിയും ഈ കന്നുകാലികൾ ഇവിടെ സ്വൈര്യവിഹാരം നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തിരുവല്ലാമലയിലെ ജനങ്ങൾക്ക് ആകെ ജീവനും സ്വത്തിനും നാശമാവുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടതിനാൽ പഞ്ചായത്ത് ഈ നടപടി എത്രയും പെട്ടെന്ന് ത്വരിതപ്പെടുത്തുകയാണ്. ഇന്നോ നാളെയോ മാത്രം 2 ദിവസം മാത്രമേ നിങ്ങളുടെ കന്നുകാലികളെ നിങ്ങൾക്ക് സ്വൈര്യവിഹാരം നടത്താമെന്നുള്ള അനുമതി നൽകുന്നുള്ളൂ. തുടർന്ന് കന്നുകാലികൾ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഗ്രാമപഞ്ചായത്ത് അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. റോഡരികിൽ കന്നുകാലികളെ അലക്ഷ്യമായി വിടുന്ന ഉടമകൾ അടിയന്തരമായി അവയെ മാറ്റിപ്പാർപ്പിക്കണം. അല്ലാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ഉടമസ്ഥരില്ലാത്ത കന്നുകാലികളെ പഞ്ചായത്ത് നേരിട്ട് കണ്ടുകെട്ടും. നേരത്തെ കാളയുടെ കുത്തേറ്റ് നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും വാഹനാപകടങ്ങൾ പതിവാകുകയും ചെയ്തിരുന്നു. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി സ്വീകരിച്ച ഈ തീരുമാനത്തെ വലിയ ആശ്വാസത്തോടെയാണ് പ്രദേശം സ്വാഗതം ചെയ്യുന്നത്. CCV ന്യൂസ്, തിരുവല്ലോമല.